അപ്പോ ജീവിതത്തിൽ രസം അനുഭവിക്കണമെങ്കിൽ, മരിക്കുന്നത് വരെ രസം അനുഭവിക്കണമെങ്കിൽ ആദ്യം ഈ കമ്പാരിസൺ എടുത്ത് കളയണം. നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്നത് എടുത്ത് കളയണം. അതിനെന്ത് വേണം? ഒരാളുമായി താരതമ്യം ചെയ്ത് എടുത്ത് കളയണമെങ്കിൽ നമ്മളിൽ ഉള്ളതിനെ നമ്മൾ തിരിച്ചറിയണം. അതാരാണ് നമ്മളിൽ ഉള്ളത്? നമ്മളെ നമ്മളാക്കി തീർക്കുന്നത് കൃഷ്ണനാണെന്ന ബോധം വെച്ചുകൊണ്ട് കൃഷ്ണനിൽ രസിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. കൃഷ്ണനെ മനസ്സിലാക്കി കൃഷ്ണനിൽ രസിക്കുന്നതിനെയാണ് കൃഷ്ണപ്രേമം, ഭക്തി എന്നെല്ലാം പറയുന്നത്. ഭഗവാനിൽ മനസ്സ് വെച്ച് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക, പ്രേമത്തോടുകൂടിയിട്ട്. അങ്ങനെ ഒരു പ്രേമം നമുക്ക് ഹൃദയത്തിൽ വാർത്തെടുക്കാൻ സാധിച്ചാൽ, നിങ്ങൾ മീരാഭായിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരുപാട് നമ്മുടെ ആചാര്യന്മാരുടെ ജീവിതം എടുത്ത് നോക്കൂ. അവരൊക്കെ ജീവിതത്തിൽ ആനന്ദിച്ചത് ഈ ഭക്തിയിലൂടെയാണ്, പ്രിയന്, പ്രേമത്തിലൂടെയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമ്മുടെ ജീവിതം രാസലീലയാക്കാം. ലീല എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ ഒരു ലീല തന്നെ, ഒരു അഭിനയം തന്നെ, ഒരു നടനം തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ ഭഗവാന്മാരെയൊക്കെ വിളിക്കുന്നത് നടന്മാരെന്നാ വിളിക്കുക. എല്ലാവരും നടിക്കാൻ കേമന്മാരാണ്. നടന്മാരിൽ ഏറ്റവും കേമനായിട്ടുള്ള ഗുരുവാണ്, നടനം ചെയ്യുന്ന ഗുരുവാണ് ഗുരുവായിരിക്കുന്ന നമ്മുടെ പരമശിവൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പേരുണ്ട്, നടരാജഗുരു. ഭഗവാൻ നടരാജ നൃത്തം ചെയ്യും, നടനം ചെയ്യുന്നതിൽ ഗുരുവാണ് അദ്ദേഹം. ഇനി ഭഗവാൻ കൃഷ്ണനെ വിളിക്കുമ്പം പറയും നടവരവഭൂ എന്ന്. നടനം ചെയ്യുന്നതിൽ ഉത്കൃഷ്ടനാണ് ഭഗവാൻ. ഈ രാസലീലയിൽ തന്നെ വരും ആ ഭാഗം. ഇങ്ങനെയൊക്കെ ഭഗവാന്മാർ നടനം ചെയ്യുന്നു. എങ്ങനെയാ അവർക്ക് നടനം ചെയ്യാൻ സാധിച്ചത്? പ്രേമത്തിലൂന്നിയ ജീവിതം. അങ്ങനെ പ്രേമത്തിലൂന്നിയ ജീവിതം ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയിലൊക്കെ കാണാം ഭഗവത് ചൈതന്യമുള്ളത് കൊണ്ടാണ് ഈ പ്രകൃതിക്കൊക്കെ ഒരു പ്രസക്തിയുള്ളത്. എപ്പോ ഭഗവത് ചൈതന്യമില്ലേ പ്രകൃതിക്കൊരു പ്രസക്തിയില്ല. കറണ്ട് ഇല്ല എങ്കിൽ ഉപകരണങ്ങൾക്കൊക്കെ എന്ത് പ്രസക്തിയുണ്ട്? ഭഗവത് ചൈതന്യമില്ലെങ്കിൽ ഈ ലോകത്തിനെന്ത് പ്രസക്തിയുണ്ട്? അങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കാനും ഭഗവാനെ വിചാരം ചെയ്യാനും സാധിച്ചാൽ അത് തന്നെ രാസലീല പറയാൻ. ഈ രാസലീല എന്നുള്ളതിന് മറ്റൊരു ശബ്ദമുണ്ട്. രാസം എന്നതിന് പൊതുവെ കാമം എന്നൊരർത്ഥമുണ്ട്. കാമം, അതിലൂടെയാണ് ഓരോ ജീവനും പ്രകടമാവുന്നത്. അതുകൊണ്ട് ഏത് മനുഷ്യനിലും പ്രബലമായ രണ്ട് വികാരങ്ങൾ, ഒന്ന് കാമവും രണ്ട് സ്നേഹവും ആയിരിക്കും. അതില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ലോകത്തിൽ. ഏത് മൃഗത്തിലും ഉണ്ടായിരിക്കും കാമവും സ്നേഹവും. ഒരു പട്ടിയിലുമുണ്ട് കാമം, പട്ടിയിലുണ്ട് സ്നേഹം. ഒരേറ്റവും ക്രൂരനായ സിംഹത്തിലും കാമമുണ്ട്, ആ സിംഹത്തിനും സ്നേഹമുണ്ട് അതിൻ്റെ കുട്ടിയോട്. ഏത് ജീവജാലങ്ങൾക്കത് സഹജമാണ്. അത് തന്നെ മനുഷ്യരിലുമുണ്ട് പ്രിയാണ്. എന്നാൽ പ്രേമം മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം? കാമമെന്നാൽ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സാധനങ്ങളോടും വ്യക്തികളോടുമുള്ള ആസക്തിക്കാണ് കാമമെന്ന് പറയുക. ഒരു ഭർത്താവിന് ഭാര്യയോട് കാമമുണ്ടാവും, അതുപോലെ ഭാര്യയ്ക്ക് തിരിച്ചു ഇങ്ങോട്ടുണ്ടാവും, കാമുകന് കാമുകയോടുണ്ടാവും. കാരണം അത് ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നൊരു സംതൃപ്തിയാണത്. എന്നാൽ കുട്ടികളോടൊക്കെയുള്ള വികാരം എന്ന് പറയുന്നത് സ്നേഹമാണത്. അത് കുറേയും കൂടി സൂക്ഷ്മമാണത്. അത് മാനസികമായിട്ട് കുറേയും കൂടി ആഴത്തിലിരിക്കുന്നു സ്നേഹം എന്നാണ്. അതും കഴിഞ്ഞിട്ടുള്ള ഒരു തലമാണ് പ്രേമമെന്നത്. പ്രേമമെന്നത് ബുദ്ധിയുടേതാണ്, വിവേകത്തിൻ്റെതാണ്. ഭഗവാനെ പ്രേമിക്കാൻ സാധിക്കണമെങ്കിൽ വിവേകബുദ്ധി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആസക്തമാക്കുകയാണെങ്കിൽ എന്നിലേക്ക് ആസക്തമാക്കാൻ പരിശീലിക്കൂ വിവേകം കൊണ്ട്. അതെന്തിനാ ഭഗവാനെ അങ്ങയിൽ ആസക്തമാക്കുന്നത്? അങ്ങയിൽ ആസക്തമാക്കി കഴിഞ്ഞാൽ എന്താ ഞങ്ങൾക്ക് കിട്ടുന്നത്? ഭഗവാൻ പറയുന്നു, നിങ്ങൾ കാമത്തിലും സ്നേഹത്തിലുമാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സുഖങ്ങളെല്ലാം ഭയത്താലും ദുഃഖത്താലും നിറഞ്ഞിരിക്കും. ഇന്ന് സ്നേഹിക്കുന്നവര് നാളെ വിട്ടുപോകുമെന്ന ഭയം, ഇന്ന് സ്നേഹിക്കുന്നത് നാളെ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം, ദുഃഖം, ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായേ പറ്റുള്ളൂ. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന സമയത്ത് ദുഃഖവും ഭയവുമില്ലാത്തൊരു സുഖം അനുഭവിക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്, സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ടുചുംബിതം. എല്ലാ ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു സുഖം,
നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ആരെങ്കിലും പറയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ നിറഞ്ഞതല്ലേ എന്ന്. തീർച്ചയായിട്ടും ആരെ സംബന്ധിച്ച് കേവലം കാമത്തിലും സ്നേഹത്തിലും ജീവിക്കുന്നവർ സുഖദുഃഖങ്ങളിലൂടെ തന്നെ കടന്നു പോകണം. എന്നാൽ എപ്പോ നാം പ്രേമത്തിലേക്ക് ഉയരുന്നുവോ അവിടെ സുഖവും ദുഃഖവും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന പ്രിയാണ്. ആര് വിട്ടുപോയാലും ആര് കൂടെ ഉണ്ടായാലും ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ധൈര്യത്തോടുകൂടി പറയാൻ സാധിക്കും, ഈശ്വര അങ്ങെപ്പോഴും കൂടെയുണ്ടല്ലോ, അങ്ങയെ സ്മരിക്കാൻ തന്നെ സാധിക്കട്ടെ, ഇത് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പാഞ്ചാലി ശരീരം വിട്ടുപോയതൊക്കെ നമുക്ക് ശരിക്കും ബോധ്യം വരും. പാഞ്ചാലി ശരീരം വിട്ടു പോകുന്ന സമയത്ത് ഒരു ഭർത്താവിനെ സ്മരിച്ചുകൊണ്ടല്ല പോയതെന്ന് ഭാഗവതത്തിൽ നമ്മൾ കാണേണ്ടായി. വാസുദേവേ ഭഗവതി ഏകാന്തമതിരാപത്തം പതീനാമനപേക്ഷതാം എന്നൊക്കെ ഭാഗവതത്തിന്റെ വരികളിൽ പറഞ്ഞത് സത്യമാണെന്ന ബോധ്യം വരും. ഈ ഒരു അനുഭൂതിയാണ് രാസലീല എന്ന് പറയാം. ഇപ്പൊ രാസലീല എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ മനസ്സിനെ വെച്ച് ആ പ്രേമാനുഭൂതി രസിച്ച് ജീവിതം ഒരു ലീലയാക്കി കൊണ്ടു നടക്കാൻ സാധിച്ചാൽ അത് തന്നെ രാസലീല. അതിവിടെ ആർക്ക് സാധിക്കുന്നുവോ അവർക്ക് ജീവിതത്തിൽ ശോകനാശനം, ദുഃഖം എന്നതൊന്ന് ഉണ്ടാവില്ല. വിചാരിച്ചാൽ പോലും ദുഃഖിക്കാൻ സാധ്യമല്ല. ആ അനുഭൂതിയാണ് നമുക്ക് കൈവരിക്കേണ്ടതെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. ഇത്രയും പറഞ്ഞ ഈ ഭാഗം ഉപസംഹരിപ്പിക്കണോ? ഇനി അടുത്തതാണ് കംസവധം. പിന്നീട് വീണ്ടും സുവർണകാലം ഇവിടെ കഴിഞ്ഞു, വൃന്ദാവനത്തിൽ കഴിഞ്ഞു. ഭഗവാൻ അവിടെ നിന്നും വിടാനുള്ള തയ്യാറെടുപ്പിലേക്ക് എത്തുകയാണ്. വീണ്ടും ഭഗവാന്റെ മഹത്വം നന്ദഗോപർക്ക് മനസ്സിലാവും. ഒരിക്കൽ അദ്ദേഹത്തെ നന്ദഗോപരെ ഒരു വരുണൻ പിടിച്ചുകൊണ്ടുപോകും ഒരു തീർത്ഥത്തിൽ കുളിക്കുന്ന സമയത്ത്. അന്ന് വരുണൻ കൊണ്ടുപോയ സമയത്ത് ഭഗവാൻ രക്ഷിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് നന്ദഗോപർക്ക് മനസ്സിലായി താൻ പിതാവായിട്ടിരിക്കുന്ന കൃഷ്ണൻ ആരാണെന്നുള്ള മഹത്വം. അതെല്ലാം ഗോപന്മാരോട് പറഞ്ഞു കൊടുക്കും. ഭഗവാൻ അദ്ദേഹത്തിന് ബോധിപ്പിക്കുകയാണ്. ഇനി പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നീട് അരിഷ്ടൻ വരും, മുഷ്ടികൻ തുടങ്ങിയിട്ടുള്ള അസുരന്മാരൊക്കെ കേശിയുടെയൊക്കെ ഒരു കാളയുടെയും കുതിരയുടെയൊക്കെ രൂപത്തിൽ വന്ന് വൃന്ദാവനത്തിൽ ബഹളം വയ്ക്കും. അവരെയൊക്കെ ഭഗവാൻ വധിച്ചതിന് ശേഷം ഇനി കംസന്റെ വധമാണ്. അത് സാധ്യമായത് ഒരു ദിവസം നാരദ മഹർഷി കംസന്റെ കൊട്ടാരത്തിലെത്തി. അവിടെ വെച്ച് നാരദരെ സ്വീകരിച്ചു. പേടിയുണ്ട്, എന്തൊക്കെ കുഴപ്പമാനി ഉണ്ടാക്കാൻ പോവാന്നറിയില്ല, എന്തായാലും സ്വീകരിച്ചിരുത്തി. നാരദർ ചോദിച്ചു, അല്ല കംസ, നിന്റെ മന്ത്രിസഭയിൽ കുറെ മന്ത്രിമാരുണ്ടായിരുന്നില്ലേ? ഓ, അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വരുമ്പോൾ കാണാറുണ്ടല്ലോ, ഇപ്പോഴൊന്നും കാണുന്നില്ല. അവരൊക്കെ കുട്ടികളെ വധിക്കാൻ വേണ്ടി പോയതാണ്. എന്നിട്ടിപ്പോ അവരൊക്കെ ജീവിച്ചിരിക്കണ്ടോ? ഒക്കെ കാലദോഷം എന്ന് പറയാലോ, വിധി പ്രതികൂലമായി അവരൊക്കെ മരിച്ചുപോയിന്ന്. എങ്ങനെയാ മരിച്ചത്? ആയുസറ്റിട്ടുണ്ടാവും, അല്ല അതപ്പോ എങ്ങനെയാ മരിക്കുകയെന്ന്. എന്റെ കംസ, നീയൊരു പൊട്ടന, ഇത്രയും വേഗപരിധിക്ക് ആയുസ് പോവോ? അവരൊന്നും ആയുസ് പോയിട്ടല്ല മരിച്ചത്, പിന്നെ അവരെയൊക്കെ കൊന്നതാണ്. ആര്? എവിടെ വെച്ച്? നീ എന്താ മനസ്സിലാക്കിയത്? നിന്നെ കൊല്ലാനുള്ള ശത്രു അവതരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് 100% സത്യം. എവിടെ അവതരിച്ചിട്ടുണ്ട്? ദേവകീദേവിയുടെ പുത്രനായി അവതരിച്ചിട്ടുണ്ട്. ഏയ്, ആ കുട്ടിയെ ഞാൻ പിടിച്ചത് ആകാശത്തിലേക്ക് പറഞ്ഞു. അതൊന്നല്ല കംസ കുട്ടി, പിന്നെ നിന്നെ പറ്റിച്ചതല്ലേ വസുദേവരും ദേവകീദേവിയും? പറ്റിക്കേ, നിന്നെ ചതിച്ചു കംസ. ആ കുട്ടി പ്രസവിച്ചുടനെ കൊണ്ടുപോയി മാറ്റി നന്ദഗോപരുടെ ഗൃഹത്തിൽ വളരുന്ന കൃഷ്ണൻ നിന്നെ കൊല്ലാൻ അവതരിച്ച അന്തകനാണ് നിന്റെ. അത് കേട്ടത് കംസൻ വാളൊക്കെടുത്തു. ഇപ്പൊ അവളെ ശരിയാക്കിയിട്ട് കാര്യം, ഇനി ആ വസുദേവൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നിൽക്ക് മുഴുവൻ പറയട്ടെ, എടുത്ത് ചാടിപ്പോവണ്ടാണ്. പിന്നെ രാമനുണ്ടല്ലോ, അതും അവതാരവൃക്ഷം തന്നെയാണ്. ഇനി കേൾക്കൂ, എന്നിട്ട് ഓടൂ. നീ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ, കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ നേരെ ചെല്ലേ വേണ്ടു. നിനക്കറിയാലോ നിന്റെ കേശിയുടെ ശക്തി, നിനക്കറിയാലോ അഖന്റെ ശക്തി, അറിയാം. അപ്പൊ നീ അങ്ങോട്ട് പോയാലോ? അതിനെപ്പോ എനിക്ക് പേടിയും, എന്നാ പോവണ്ട. അപ്പൊ ഇത്തിരി സാമർത്ഥ്യത്തോടുകൂടി വേണം കൊല്ലാൻ. അതല്ലേ എനിക്കില്ലാത്തത്, അങ്ങൊന്ന് പറഞ്ഞു തരൂ എന്താ മാർഗം എന്ന് പറഞ്ഞു. കംസ, ശിവരാത്രിയല്ലേ വരുന്നത്? അതെ. അപ്പൊ ശിവരാത്രിക്ക് നമുക്കൊരു പ്രത്യേക പൂജകളൊക്കെ അല്ലേ ഇവിടെ? അതെ. അപ്പൊ മല്ലയുദ്ധം വെച്ചിട്ട് അതിൽ വെച്ച് കൊന്നാ മതി. ആര് കൊല്ലും? നിന്റെ ചാണൂരനും മുഷ്ടികനൊക്കെ അല്ലേ, അവരെ കൊണ്ട് കൊന്നോളൂ. അവർക്ക് പറ്റിയില്ലെങ്കിലോ നീ കൊന്നോളൂ. അവരെന്നെ കൊല്ലുമെന്ന് അത് കണ്ടറിയണം. അപ്പൊ എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു തന്നു വഴികളൊക്കെ. ഇത് കേട്ടതും കംസനതാ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ദേവകീദേവിയുടെയും വസുദേവരുടെയും ഗൃഹത്തിൽ ചെന്ന് രണ്ടുപേരെ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, വഞ്ചകന്മാര്, ചതിയന്മാര്, കൊല കൊടുക്കാൻ വേണ്ടി എന്നെ നിശ്ചയിച്ചിരിക്കുകയാണല്ലേ. ആ കുട്ടിയെ നിങ്ങൾ രക്ഷിക്കും തോന്നുന്നുണ്ടോ? അവനെ കൊന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അവനെ കൊന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ശിരസ് വെട്ടുന്നു പറഞ്ഞിട്ട് കൊണ്ടുപോയി കാരാഗ്രഹത്തിലിട്ടു. എന്നിട്ട് അവിടെ വെച്ച് ഉച്ചത്തിൽ അലറി, ഇനി ആരെങ്കിലും
ഇവിടെ നിന്ന് വൃന്ദാവനത്തിലേക്കൊക്കെ പോയി അവന്റെ തല ഞാൻ വെട്ടുന്നു. കാരണം തന്റെ ശത്രു അവിടെ വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്റെ കുറെ പ്രതികൂല ആയിട്ടുള്ള ആളുകൾ അവിടെ പോകുമെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അക്രൂരന്റെ വീട്ടിൽ പോയി നോക്കും. മറ്റന്നാൾ ശിവരാത്രിയല്ലേ? അതെ, അക്രൂര് കാലൊക്കെ പിടിച്ചു. കാരണം രാജാവാദ്യമായിട്ട് ആ കൊട്ടാരത്തിൽ നിന്ന് തന്റെ വീട്ടിലൊക്കെ വരുന്നത്. ചോദിച്ചു എന്താവോ എന്ന്. കൃഷ്ണനും രാമനുമായിട്ട് 2 കുട്ടികൾ ആ വൃന്ദാവനത്തിൽ വളരുണ്ടത്രേ. എന്റെ ശത്രുക്കളാ. അശരീരിയിൽ പറഞ്ഞ 2 സാധനങ്ങൾ അവരാ. അതുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരണം. അങ്ങാണ് അതിന് ഉചിതനായിട്ടുള്ള. ചെറിയച്ഛനുമാണല്ലോ, അങ്ങ് പറഞ്ഞാൽ വിളിച്ചാൽ വരും ചെയ്യും. എന്തിനാ കൊണ്ടുവരുന്നതും കൂടി കേട്ടോളൂ. കൊല്ലാനാ. ഞാൻ അത് പോയി എഴുന്നള്ളിക്കണ്ട. അവരെടുത്ത് ചെന്നിട്ട് നിങ്ങളെ കൊല്ലാൻ അമ്മാവൻ വിളിക്കണ്ടെന്ന്. അതൊന്നും പറയണ്ട. ശിവരാത്രിയാണ്, ആഘോഷമാണ്, അമ്മാവൻ ക്ഷണിച്ചിട്ടുണ്ട്, അമ്മാവനെ കാണണമെന്ന് പ്രത്യേക മോഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരിക. ഇവിടെ വെച്ച് ഞാൻ 2നെയും വെട്ടിക്കൊന്ന് ആ വസുദേവരെയും നന്ദഗോപരെയും ഒക്കെ കൊല്ലും. എന്നിട്ട് അതിനൊക്കെ കൂട്ടുനിന്നാൽ അങ്ങയ്ക്ക് ഞാൻ മന്ത്രിസ്ഥാനം ഉയർന്നു തരും. അതല്ല അങ്ങതിന് സഹകരിക്കുന്നില്ലെങ്കിൽ പറഞ്ഞു ഞാൻ സഹകരിക്കാന്ന്. കാരണം തലപോണ കേസല്ലേ. ഒന്നും പറഞ്ഞില്ല, അധികമൊന്നും പറഞ്ഞില്ല. എന്നാൽ നാളെ തന്നെ വേഗം പൊയ്ക്കോളൂ പറഞ്ഞു. പിറ്റേ ദിവസം അതിവേഗതയുള്ള രഥവുമായിട്ട് അക്രൂരർ പുറപ്പെടുകയാണ്. പോകുന്ന സമയത്തൊക്കെ മനസ്സിൽ വേദനയുണ്ട്. കൃഷ്ണനെ കൊല്ലാനാണ് വിളിക്കുന്നത്. കേട്ടിട്ടുണ്ട് നാരദ മഹർഷിയിൽ നിന്ന് ഭഗവൽ അവതാരത്തെക്കുറിച്ച്. കാർമേക വർണ്ണമാണ്, പീതാംബരധാരിയാണ്, ആ മുഖക്കൊന്ന് കാണേണ്ടതാണ്, ആകർഷണത്തുള്ള രൂപമാണ് എന്നൊക്കെ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് ഭഗവാനെ എന്നാലും കൊല്ലാനല്ലേ ഞാൻ വിളിക്കുന്നത്, ആ പാപത്തിന് ഞാൻ എന്താ പ്രായശ്ചിത്തം ചെയ്യുക? ഏതായാലും ആ വൃന്ദാവനത്തിലേക്ക് കടക്കുമ്പോൾ മണ്ണിൽ അവിടുത്തെ രൂപങ്ങൾ, കാലിൽ അടയാളങ്ങളുണ്ടെങ്കിൽ മണ്ണിലുരുണ്ടുകൊണ്ട് ഞാൻ എൻ്റെ പാപം തീർക്കാം എന്ന് കരുതി അക്രൂരത അവിടേക്ക് എത്തിച്ചേർന്നു. ആ വൃന്ദാവന ഭൂമിയിൽ മണലിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ കാണുന്നു കൃഷ്ണന്റെ കാലിലുള്ള ശംഖചക്ര കഥകൾ, അടയാളങ്ങൾ. കണ്ടതും രോമാഞ്ചം വന്നു. അദ്ദേഹം നേരെ താഴേക്ക് ചാടി. പിന്നെ അതിലുരുണ്ടിങ്ങനെ പറഞ്ഞു, ഭഗവാനെ എൻ്റെ സർവ്വപാപങ്ങളും തീർക്കൂ, എൻ്റെ മനസ്സിൽ അങ്ങയ്ക്ക് അനുഗ്രഹം തരൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്ധ്യയോടനുബന്ധിച്ച് നന്ദഗോപന്റെ ഗൃഹത്തിലെത്തി. ആ സമയത്ത് അന്ന് ഭഗവാൻ ബലരാമസ്വാമി നേരത്തെ കുളിച്ച് തയ്യാറായിട്ടുണ്ട്. ഒരു പീതാംബരം കൊടുത്ത് ഭഗവാൻ ബലരാമസ്വാമിന് നീലപ്പട്ട കൊടുത്ത് കാത്തിരിക്കുകയാണ്. നന്ദഗോപരെ അദ്ദേഹത്തെ അക്രൂരരെ കാത്തിരിക്കുകയാണ്. അക്രൂരർ അവരുടെ മുഖത്തേക്ക് നോക്കിയതും പരസ്പരം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. വേഗം ചെന്നു അക്രൂരരെ ഭഗവാൻ ആലിംഗനം ചെയ്തു. ഒരു നിമിഷം അക്രൂരരെല്ലാം മറന്നതിലങ്ങോട്ട് ലയിച്ചു. അക്രൂർ പറഞ്ഞു, ഭഗവാനെ, ഞാൻ നാരദ മഹർഷിയിൽ നിന്ന് അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭഗവാൻ ഉടനെ തന്നെ ഒരു കുട്ടിയുടെ ഭാവം എടുത്തിട്ട് എന്തൊക്കെയാ ചെറിയച്ചാ പറയൂ. ആ ഭാവത്തിലേക്ക് മാറി. എന്നിട്ട് അക്രൂർ പറഞ്ഞു, കംസൻ അമ്മയെ അച്ഛനെയൊക്കെ ജയിലിൽ അടച്ചിട്ടുണ്ട്, എല്ലാം അറിയാം, ടെൻഷനൊന്നും വേണ്ട, ഞാൻ ഉടനെ തന്നെ പുറപ്പെടുന്നുണ്ട്, എന്തായാലും നാളെ നമുക്ക് ഒരുമിച്ച് പോവാം. ആ സമയത്ത് അച്ഛനെയും അമ്മയും ജയിലിലടച്ച് പീഡിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ബലരാമസ്വാമി കേട്ടപ്പോ ബലരാമസ്വാമിക്ക് രക്തം തിളയ്ക്കാൻ തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, കൂൾ ഡൗൺ, നാളെ നോക്കാമെന്ന്. എപ്പോഴേ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, ശാന്തമാവൂ, നാളെയൊക്കെ നോക്കാമെന്ന്. അങ്ങനെ അന്ന് നന്ദഗോപര് വന്നപ്പോൾ ഇതൊന്നും പറയണ്ട പറഞ്ഞു. ഇനിയിപ്പം നന്ദഗോപര് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കേമായില്ലേ, ആകെ വിഷമാവില്ലേ? നന്ദഗോപര് ആകെ ഒരു തെറ്റിദ്ധാരണയിലായിരിക്കുന്നത് എന്റെ പുത്രനാ കൃഷ്ണൻ എന്നുള്ളത്. ഏതായാലും പിറ്റേ ദിവസം ഭഗവാൻ പോവാൻ നിൽക്കുന്നു. ഗോപികമാരൊക്കെ ഭഗവാൻ പോകുന്നു എന്നറിഞ്ഞതും അവിടേക്ക് വന്ന് വഴിമുടക്കാനായിട്ട് അവരുടെ മനസ്സിങ്ങനെ പറയേണ്ട ഏതോ ഒരു ക്രൂരനാണ് ഇങ്ങോട്ട് വന്നത് കംസന്റെ ദൂതുമായിട്ട്. അവന്റെ അച്ഛൻ പേരിട്ടപ്പോൾ 2 മിസ്റ്റേക്ക് പറ്റി. ഒന്നുകിൽ അവന്റെ പേരിന്റെ കൂടെ ക്രൂരെന്ന് മാത്രമേ അക്രൂരെന്നല്ല ആ തെറ്റിടേണ്ടിയിരുന്നു, ആ ഒഴിവാക്കിയിട്ട് ക്രൂരെന്നാക്കണം. അല്ലെങ്കിൽ ശബ്ദത്തിലോ പേരിലോ ഒരു അക്ഷരം കൂടി കൂട്ടണം, അതിക്രൂരെന്നാക്കണം. അല്ലെങ്കിൽ കൃഷ്ണനെ നമ്മളെ അടുത്തുനിന്ന് പറിച്ചു കൊണ്ടുപോ എടുത്തുകൊണ്ടുപോ നിന്യൻ നീചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അവർ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി. ഏതായാലും ഭഗവാൻ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഭഗവാനെ കുളിപ്പിച്ച് തയ്യാറാക്കി പീതാംബരമൊക്കെ ധരിപ്പിച്ച് ഒരു മയിൽപ്പീലിയൊക്കെ ചൂടിച്ച് ഭഗവാൻ ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛനെ നമസ്കരിച്ചു, യശോദാദേവിയെ നമസ്കരിച്ചു. ആ അമ്മയുടെ ഉള്ളിൽ പറയുണ്ടായിരുന്നു, ഇനി ഒരിക്കലും കൃഷ്ണനെ വൃന്ദാവനത്തിൽ കാണില്ല എന്നുള്ളത്. വേദനിച്ചുകൊണ്ട് ചോദിച്ചു, ഉണ്ണി തിരിച്ചു വരുമോന്ന്. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ ഞാൻ വരാതിരിക്കുമോന്ന്. പക്ഷെ അമ്മ അറിയുന്നില്ല പാവം ഇതാരാ എന്താന്നൊക്കെ ഉള്ളത്. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഗോപികമാരെല്ലാം കണ്ണിലേക്ക് നോക്കി ഭഗവാന്റെ, ഇനി തിരിച്ചു വരുമോന്ന്. അവരും അറിഞ്ഞില്ല ഇത് വൃന്ദാവനത്തിൽ നിന്നുള്ള ഭഗവാന്റെ അവസാനത്തെ യാത്രയായിരുന്നു എന്നുള്ളത്. പിന്നെ ഒരിക്കലും ഭഗവാൻ വൃന്ദാവന ഭൂമിയിൽ വരുന്നില്ല. അങ്ങനെ ഗോപികമാരോടും പറഞ്ഞു, കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു, വരാം വരാം, പേടിക്കണ്ട, കൃഷ്ണൻ വരുന്ന്. അങ്ങനെ അവരൊരു രഥത്തിലേക്ക് കയറുന്നു. രഥം ഉരുണ്ടുരുണ്ട് മധുരയിലേക്ക് പോകുന്നു. ആ രഥത്തിൽ ഭഗവാനും ബലരാമസ്വാമിയും അക്രൂരരും മാത്രം. കാളിന്തി തീരത്തെത്തിയപ്പോൾ അക്രൂരർ പറഞ്ഞു, ഭഗവാനെ, എനിക്ക് സന്ധ്യാവന്ദനാദികളൊക്കെ ഉണ്ട്, അവിടത്തേക്കേ ഇല്ലേന്ന്. ഭഗവാൻ പറഞ്ഞു, അങ്ങ് ചെയ്താൽ മതി, ഞങ്ങൾ ഇവിടുന്ന് ചെയ്തോളാന്ന്. ഭഗവാനും ബലരാമസ്വാമി രഥത്തിലിരുന്നു.
അക്രൂരർ സന്ധ്യാവന്ദനത്തിന് വേണ്ടി കാളിന്നിയിൽ മുങ്ങിയതും നോക്കുന്ന സമയത്ത് കാണുന്നത് അതാ കൃഷ്ണനും രാമനും വെള്ളത്തിലിരിക്കണു. ഇത്ര വേഗം രഥത്തിൽ നിന്ന് ചാടി വെള്ളത്തിലേക്ക് വരും അവര്. അക്രൂരർക്ക് സംശയം, ഇത് മനസ്സിന്റെ ഭ്രമമാണോ? ചാടി നോക്കി വെള്ളത്തിൽ നിന്ന് കരയിലേക്ക്. അതാ രണ്ടുപേർക്ക് ഒരു തുള്ളി പോലും നനച്ചിലില്ലാതെ രഥത്തിലിരിക്കണു. മനസ്സിന്റെ ഭ്രമമാവെന്ന് കരുതി വീണ്ടും മുങ്ങിയതും പിന്നെ കാണുന്നത് 1000 ഫണങ്ങളുള്ള അനന്തന്റെ മുകളിൽ ആദിനാരായണ സ്വാമി ഇരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നോക്കുന്നു. ഒരു നിമിഷം അക്രൂരർക്ക് രോമാഞ്ചമുണ്ടായി. ആ ഭഗവാന്റെ രൂപത്തെ നോക്കിക്കൊണ്ട് കൈകൂപ്പി സ്തുതിച്ചു. പിന്നെ ഒരു സന്ധ്യാവന്ദനവുമില്ല. താനിരിക്കുന്നത് തന്നെ ഭഗവാന്റെ കൂടെ, ഇനി എന്ത് സന്ധ്യാവന്ദനം? ചാടി എണീറ്റ് അവിടെ നിന്നും വേഗം കരയിലേക്ക് വന്ന കൃഷ്ണന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. രോമാഞ്ചം കൊണ്ട് ശരീരം വിറച്ചപ്പോൾ ഭഗവാൻ ചോദിച്ചു, വെള്ളത്തിന് നല്ല തണുപ്പുണ്ടല്ലേ ചെറിയച്ചാന്ന്? ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി, ഇങ്ങനെയൊക്കെ ഭഗവാൻ പറയുന്നുവല്ലോ എന്ന്. അവിടെ വെച്ച് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് അക്രൂര സ്തുതി. ഭാഗവതത്തിലെ മനോഹരമായ സ്തുതിയാണത്. അതിനുശേഷം അവര് മധുരയിലേക്ക് കടക്കണു. സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളിതൊക്കെ വെട്ടിച്ചെടുക്കുന്നത്. അവർ മധുരയിലേക്ക് കടക്കുന്നു. മധുരയിലേക്ക് കടന്നപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു, എന്റെ ചെറിയച്ച, ഇന്ന് ഞങ്ങൾക്ക് പട്ടണമൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. കുട്ടികളല്ലേ, പട്ടണമൊക്കെ കാണാൻ ഒരു മോഹം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഞങ്ങളെ ഇന്ന് എങ്ങോട്ടും കൊണ്ടുപോകണ്ട. അപ്പൊ അക്രൂര് പറഞ്ഞു, അല്ലല്ല, ഇന്ന് എന്റെ ഗൃഹത്തിൽ താമസിക്കണം, അതാണ് എന്റെ മോഹം. വരാലോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരാം. ഇന്ന് പക്ഷെ പട്ടണം, ഞങ്ങൾക്ക് ഗോപന്മാരൊക്കെ കാട്ടിൽ അലഞ്ഞു തിരിയുന്ന വർഗ്ഗല്ലേ, ഒന്ന് ടൗണൊക്കെ ഒന്ന്, പ്രത്യേകിച്ച് മധുര എന്നൊക്കെ പറഞ്ഞാൽ വലിയ സിറ്റിയല്ലേ, അമ്മാവന്റെ സിറ്റിയല്ലേ, കാണാനുള്ളൊരു മോഹം. ഈ അക്രൂര് വിചാരിച്ചതൊക്കെ സത്യമാണെന്ന്. ഭഗവാൻ പല ലീലകൾ ആടാനാണെന്നുള്ളത് അക്രൂരർക്ക് അറിയുന്നില്ല. അങ്ങനെ പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് അവരെ വിട്ടുകൊണ്ട് അക്രൂരർ പോയി രാജാവിനെ വിവരം അറിയിക്കാൻ. പട്ടണവാസികൾ മുഴുവൻ അറിഞ്ഞു കൃഷ്ണനും രാമനും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന്. സന്തോഷം കൊണ്ട് അവരൊക്കെ മതിമറന്നു. അശരീരി കേട്ടിട്ടുണ്ട്, അശരീരിയിൽ പറഞ്ഞ ആളാണ് വന്നിരിക്കുന്നതെന്ന് കൂടി കേട്ടപ്പോ കംസൻ എന്ന വീട് വിട്ടു പോയില്ല. പോവാൻ തോന്നില്ലേ മനസ്സ്? ഏതായാലും ഭഗവാനും ഗോപന്മാരൊക്കെ എത്തിച്ചേർന്നപ്പോ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ നിന്നാ മതി, ഞങ്ങളൊക്കെ ഒന്ന് പട്ടണം കറങ്ങിയിട്ട് വരാം. സൂക്ഷിച്ചു പോകണോട്ടോ കൃഷ്ണ. ഓ, നല്ലോണം സൂക്ഷിക്കുക പറഞ്ഞു. അവരങ്ങോട്ട് ഇറങ്ങി. വഴിയിൽ വെച്ചിട്ട് കംസന് വസ്ത്രം കൊണ്ടുപോകുന്ന അലക്കുകാരനെ കണ്ടു. ഒക്കെ പുത്തൻ വസ്ത്രം അലക്കി തേച്ച് കൊണ്ടുപോവാണ്. അയാളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഏയ് അലക്കുകാരൻ അവിടെ നിൽക്കൂ, ഞങ്ങൾക്കൊക്കെ കുറെ വസ്ത്രം തരുമെന്ന്. ഇത് കേട്ടതും ഇവരുടെ ഈ ചാണകം പറ്റിയ ഡ്രസ്സും അവരുടെ രൂപം ഭാവമൊക്കെ കൂടി കണ്ടപ്പം അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു, ഏതോ കാട്ടുന്ന അലഞ്ഞു തിരിയുന്ന കുറെ ജന്തുക്കൾ വന്നിരിക്കുന്നു, രാജാവിന്റെ വസ്ത്രം വേണം. ധിക്കാരം, എന്ത് തോന്നിവാസാ നിങ്ങൾ പറയുന്നത്? രാജാവിന്റെ അടുത്ത് 2 വാങ്ങിച്ച് നിങ്ങളെയൊക്കെ കൊല്ലും, അതാ വേണ്ടത് നിങ്ങൾക്ക്, ധിക്കാരം പറയുന്നു. ഉടനെ ഭഗവാന് തോന്നി, ഇനി ഇയാളെ കൊണ്ട് വെറുതെ വർത്തമാനം പറയിപ്പിക്കേണ്ടത്. ഒറ്റയടി വെച്ചു കൊടുത്തു തലയ്ക്ക്. അതോടുകൂടി പിന്നെ നിന്നു. പിന്നെ ഒരു വർത്തമാനമില്ല. അയാൾ അവിടെ മറിഞ്ഞു കെട്ടി വീണു. എല്ലാവരോടും പറഞ്ഞു, ഓരോരുത്തരും വസ്ത്രം എടുത്തോളൂ എന്ന്. ഭഗവാൻ നല്ലൊരു പീതാംബര വസ്ത്രം എടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ പറ്റിയത് എടുത്തോളൂ. ബലരാമസ്വാമി ഒരു നീലപ്പട്ട ഇങ്ങനെ വലിച്ചെടുത്തു. ഭഗവാൻ നോക്കുമ്പോണ്ട് ആ വസ്ത്രത്തിൽ 10 പേർക്കിരിക്കാം. കാരണം കംസന്റെ സൈസിലാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉടനെ അവിടെ ഒരു തയ്യൽക്കാരുണ്ട്. അയാൾ കണ്ടപ്പോ ഭഗവാനെയൊക്കെ വിളിച്ച് അതൊക്കെ വെട്ടി ശരിയാക്കി ഭഗവാന്റെ പാകത്തിനൊക്കെ ഒരുക്കിക്കൊടുത്ത് കെട്ടിക്കൊടുത്ത്, എന്നിട്ട് തന്റെ വകയായിട്ട് ഒരു ഉത്തരിയും കൂടി സമർപ്പിച്ചു. എന്നിട്ട് ആ പാദത്തിൽ വീണ് നമസ്കരിച്ച ഭഗവാൻ അനുഗ്രഹിച്ചു പറയാൻ. അങ്ങനെ പീതാംബരൊക്കെ ധരിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഒരു പൂക്കാരന് ദിവസവും പൂ കെട്ടുമ്പോൾ ആ അശരീരിയിൽ പറഞ്ഞൊരു കുട്ടി ഉണ്ടെങ്കിൽ ഈശ്വര, ഒരു മാല കഴുത്തിലിടാൻ സാധിച്ച ജന്മം സഫലമാകും. ഇന്നിതാ തന്റെ കൺമുൻപിൽ കാണുന്നു പറഞ്ഞിരിക്കുന്ന കുട്ടി വരുന്നത്. നേരെ ആ മാലകളൊക്കെ ചാർത്തി ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോൾ അനുഗ്രഹിച്ചു. അതും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 3 കൂനുള്ള ഒരു സ്ത്രീയുണ്ട്. അവളുടെ തല മുട്ടിന്റെ അടുത്താണ് നിൽക്കുന്നത്. അത്രയും വളവാ അവൾക്ക്. കയ്യിലാണെങ്കിൽ കുറേ സുഗന്ധദ്രവ്യങ്ങളുണ്ട്. ഇതൊക്കെയായിട്ടാ പോകുന്നത്. കുറിക്കൂട്ടുകൾ, ചന്ദനവും മറ്റു സാധനങ്ങൾ, ലേപനങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാന് തോന്നി ഇത്തിരി കുറിക്കൂട്ടൊക്കെ വേണം, ഗോപിചന്ദനൊക്കെ കിട്ടണമെന്ന്. അവളോട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഹേ സുന്ദരി, അവിടെ നിൽക്കൂ, കുറച്ച് ചന്ദനം തരുമോന്ന്. അവൾ ആ വിളി കേട്ടതും നിന്ന് തരിച്ചുപോയി. കാരണം ഇത്രയും കാലം മുഖത്ത് നോക്കി സുന്ദരി എന്നാരും വിളിച്ചിട്ടില്ല. എല്ലാവരും കൂനി എങ്ങട്ടാ പോണെന്നാ വിളിക്കുക. 3 കൂനുള്ളവരെ ആരെയും സുന്ദരി എന്നൊക്കെ വിളിക്കുമോ? അതൊരു കളിയാക്കെന്നല്ലേ അവർക്ക് തോന്നുക. എന്നിട്ട് ഭഗവാൻ കുറിക്കൂട്ട് തിരുവച്ചപ്പം അവൾ ആ ഭഗവാനെ കണ്ടതുപോലുമില്ല. കാരണം തലയൊക്കെ താഴോട്ട്, അവൾ ആരുടെ മുഖം പോലും കണ്ടിട്ടില്ല. അവൾ ഭഗവാനോട് പറയാണ്, ഹേ സുന്ദര, നിനക്കല്ലാതെ പിന്നെ ആർക്കാ ഞാൻ കുറിക്കൂട്ട് കൊടുക്കുകയെന്ന്. എന്നിട്ട് ആ ചന്ദനൊക്കെ കൂടി വാരി ഭഗവാന്റെ മുഖത്തൊക്കെ തെച്ചു. ഭഗവാന് മനസ്സിലായി ഇവളുടെ മനസ്സ് വളരെ സ്ട്രെയിറ്റ് ആണ്, ശരീരത്തിന് ഇത്തിരി ബെൻഡുള്ളൂ എന്ന്. എന്നാൽ അതും കൂടി ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാന്ന്. തന്റെ പാദങ്ങളെ കൊണ്ട് അവളുടെ പെരുവിരൽ ചവിട്ടിക്കൊണ്ട് തന്റെ കുഞ്ഞു വിരലുകൾ കൊണ്ട് അവളുടെ താടി പിടിച്ചൊരൊറ്റ ഉയർത്തല്. ഭഗവാൻ പറഞ്ഞു, കണ്ണടച്ചോളൂ എന്ന്.
എന്തിനാന്ന് വെച്ചു, അതൊക്കെ ശരിയാവും, കണ്ണടച്ചോളൂ എന്ന്. അവൾ കണ്ണടച്ചു കിടുകിടുകിടുകിടുന്നുള്ളൊരു ശബ്ദം കേട്ടു. പിന്നെ അവൾ നോക്കുമ്പോൾ ഹരേ കുത്തനെ നിൽക്കണു, താൻ ജീവിതത്തിൽ ഒരിക്കലും നേരെയാവില്ല പറഞ്ഞ ഞാൻ നേരെയിരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഭഗവാന്റെ മുന്നിൽ സ്ട്രെയിറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ മുന്നിൽ സ്ട്രെയിറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ പറയും കണ്ണടയ്ക്കൂ, എന്നെ നല്ലവണ്ണം സ്മരിച്ചോളൂ എന്ന്. ഭഗവാൻ വിരൽ പിടിച്ചിട്ട് ഒറ്റ പൊക്കും. പക്ഷെ നമ്മൾ കണ്ണടയ്ക്കുമ്പോഴേക്കും നമുക്ക് സംശയം, പൊക്കുണ്ടോ ഭഗവാന്? പിന്നീട് ഭഗവാൻ വിചാരിക്കുക ആ ധൈര്യത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ മനസ്സിലങ്ങോട്ട് സ്മരിക്കാൻ, ഭഗവാനെ പ്രേമത്തോട് സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പൊക്കണ്ടവരെ പൊക്കിയിരിക്കും. അങ്ങനെ മുക്കൂനിയായിട്ടുള്ള അവള് ശരിക്കും സുന്ദരിയായപ്പോ അവള് ഭഗവാനെ വിട്ടുന്നില്ല. അവള് പറഞ്ഞു ഇന്ന് എന്റെ വീട്ടിൽ താമസിക്കണമെന്ന്. ഭഗവാൻ പറഞ്ഞു ഇന്നെന്തായാലും പറ്റില്ല, ഞങ്ങൾക്ക് കുറേയും കൂടി പരിപാടികളുണ്ട് ഇവിടെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വരാമെന്ന്. അങ്ങനെ അവളെ സുന്ദരിയാക്കി. ആളുകൾ ഇതൊക്കെ കണ്ടു നിന്ന് തരിക്കുകയാണ്. ഇത്രയും കാലം ഓർത്തോപീഡിയക്കിൽ ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ കുത്തനെ വളഞ്ഞിട്ടുള്ള ഒരാൾ സ്ട്രെയിറ്റ് ആയിട്ട് തീർന്നത്. ഭഗവാൻ എത്ര നല്ലൊരു സർജനാണെന്ന്. ഭഗവാൻ അങ്ങനെ ആ സൗന്ദര്യമില്ലാത്തവളെ സുന്ദരിയാക്കി തീർത്തു. അപ്പൊ ആരെയാ ഭഗവാൻ സുന്ദരിയാക്കി തീർക്കുക? ആരുടെ മനസ്സിനാണോ വളവില്ലാത്തത് അവരെ ഭഗവാൻ സ്ട്രെയിറ്റ് ആക്കുന്നതാണ്. നമുക്കൊക്കെ ശരീരത്തിന് സ്ട്രെയിറ്റ് ആണ്, പക്ഷെ മനസ്സിന് ഇത്തിരി വളവുണ്ട്. എന്ന് വെച്ചാൽ ഇത്തിരി അസൂയ, ഇത്തിരി കുശുമ്പ്, കഷണ്ടി മാത്രമില്ല, അതിനൊന്നും അടിച്ച മരുന്നുമില്ല. അപ്പൊ അസൂയൊക്കെ ഇത്തിരി ഒഴിവാക്കിയിട്ട് മനസ്സിൽ സ്നേഹം, പ്രേമം, ഈ വികാരങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഭഗവാൻ നമ്മളെ പിടിച്ചുയർത്തും പറയാൻ തർക്കമില്ലാത്ത കാര്യമാണത്. അതിനുശേഷം പിന്നീട് ഭഗവാൻ അവിടെ നിന്നും അമ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. എന്താ അമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന്റെ പ്രതീകമായിട്ട് അമ്പുകളെയാണ് പൂജിച്ചത്. ശിവചൈതന്യം അമ്പിലേക്ക് ആവാഹിച്ചുകൊണ്ട് വില്ലിനെ പൂജിക്കും. അതിനെ പറയും ധനുർയാഗം എന്ന് പറയും. അങ്ങനെ ധനുർയാഗം നടക്കുന്ന ദിക്കിലേക്ക് ഭഗവാൻ പോവുകയാണ്. ഭഗവാനെ കണ്ടതും ആളുകളെ മാറ്റി മാറി കുട്ടികളൊക്കെ അവിടുന്ന് മാറും. എന്താ കുട്ടികൾക്ക് ഇവിടെ കാര്യമെന്ന്. അത് കേട്ടതും ഉടനെ തന്നെ ഭഗവാൻ അവരെയൊക്കെ ഒരു അടി വെച്ചു കൊടുത്തിട്ട് മാറിയിട്ട് നേരെ വില്ലിന്റെ അടുത്ത് ചെന്ന് അതങ്ങോട്ട് എടുത്തു. ശിവനെ സ്മരിച്ചുകൊണ്ട് ഒരൊറ്റ വലി, അത് കടക്കൊറ്റ പൊട്ട്. അതിന്റെ ശബ്ദം കംസൻ കേട്ട് മധുരയിലിരുന്നെന്ന് ഞെട്ടിയിട്ട് ചാടിയിട്ട് എന്താ ഒരു ശബ്ദം എന്ന്. അപ്പൊ ആരോ പറഞ്ഞു ആ കുട്ടികൾ ഇങ്ങോട്ടെ വന്നിട്ടുണ്ടോ എന്ന്. കംസൻ അപ്പോഴേ പേടി, അപകടമായിട്ടുണ്ട് എന്ന്. വില്ല് പൊട്ടിയതാണെന്ന് പറഞ്ഞു. ഏത് വില്ല്? നമ്മുടെ. അയ്യോ, അപ്പൊ അപകടമായല്ലോ. ശിവനെ നിന്ദിച്ചതിന് തുല്യമാണല്ലോ വില്ല് പൊട്ടി. ആരെവിടെ കൊല്ലുക അവരൊക്കെ എന്ന് പറഞ്ഞാൽ അലറിയപ്പോ നാളെ ഇപ്പൊ വേണ്ടൊക്കെ ശാന്താവുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരികയാണ്. അപ്പോഴേക്കും സന്ധ്യ. അച്ഛൻ നോക്കുമ്പോണ്ട് നല്ല പീതാംബരൊക്കെ ധരിച്ചിട്ടാ വരുന്നത്. എവിടുന്നാ കൃഷ്ണ ഇത്രയൊക്കെ നല്ല ഡ്രസ്സ്? ഒക്കെ അമ്മാവൻ കൊടുത്തയച്ചതാണെന്ന്. തന്നവർക്കൊക്കെ വല്ല സമ്മാനമൊക്കെ കൊടുത്തു, നല്ലോണം കൊടുത്തു. ഇനി അവരൊന്നും വരില്ലാതെ മേടിക്കാന്ന് വെച്ചാൽ അവർക്ക് അയക്കേണ്ടത് അയച്ചിട്ടുണ്ട്. അങ്ങനെ പാവം അച്ഛൻ അറിഞ്ഞില്ല അതെന്താ കാര്യം എന്നുള്ളത്. പിറ്റേ ദിവസം മല്ലയുദ്ധത്തിന്റെ വേദിയിലേക്ക് പോവാണ്. അവിടെയാണെങ്കിലോ ആദ്യം തന്നെ കുവലയാപീഠത്തെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുവലയാപീഠത്തിന് കുവലയാപീഠം എന്നൊക്കെ പറഞ്ഞാൽ തീരെ ഭാഗവതം കേൾക്കാത്തവർക്ക് മനസ്സിലാവില്ല. അതായത് പണ്ട് കംസൻ കല്യാണം കഴിക്കുമ്പോൾ ജരാസന്ധന്റെ പുത്രിമാരെ കല്യാണം കഴിച്ചത്. ആ ജരാസന്ധന്റെ കയ്യിൽ ഒരു ആനയുണ്ടായിരുന്നു. 100 ആനകളുടെ ശക്തി ഉണ്ട് അവന്. അതാണ് വെച്ചാൽ എപ്പോഴും ഭ്രാന്ത് പിടിച്ച ഒരു ആനയാണ്. ജരാസന്ധന് അതിന് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കല്യാണം നടന്നപ്പോൾ അത് ഡൗറിയായിട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ ചിലർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ മരുമകൻ വേഗം കൊടുത്തു ഒഴിവാക്കും. പിന്നെ അവനായി അവന്റെ പാടായി അവൻ അങ്ങനെയെങ്കിലും നേരെയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കംസന് കൊടുത്തു ഈ സാധനം എന്ന് പറയാൻ. കംസൻ അതിനെ കൊണ്ട് കെട്ടിയിട്ട് 10-20 പാപ്പാന്മാരുണ്ട്. ഇതിനെ മാനേജ് ചെയ്യാൻ അത്രയും പ്രയാസമാണ്. അപ്പൊ കംസൻ വിചാരിച്ചത് കുട്ടികളെ കൊല്ലാനെങ്കിൽ അതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ. അങ്ങനെയൊക്കെ പാപ്പാനെ പറഞ്ഞൊക്കെ ഏർപ്പാടാക്കി വഴിയിൽ കുവലയാപീഠത്തെ കൊണ്ട് കെട്ടി. ഭഗവാനും ബലരാമസ്വാമി അങ്ങോട്ട് കടന്നു വരുന്നു. അച്ഛനോടും ഗോപന്മാരോടും പറഞ്ഞു നിങ്ങളൊക്കെ ബാൽക്കണിയിൽ പോയിരുന്നാൽ മതി, ഞങ്ങൾ നേരെ അവിടെ എത്തിക്കോളാന്ന്. അങ്ങനെ അവർ പുറപ്പെട്ടു. ആ വഴിയിലെത്തിയപ്പോ ആനക്കാരനായ കുവലയാപീഠത്തെ നോക്കുന്ന ആനക്കാരൻ ആനയെ അങ്ങോട്ട് പ്രകോപിപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു മാറ്റടാ അവിടുന്ന് ആനയെന്ന്, വഴിയിൽ നിന്ന് മാറ്റടാന്ന് പറഞ്ഞു. അവൻ മാറ്റിയില്ല. അവൻ ആനയുടെ പുതുകിനൊരു കുത്തുകൊടുത്തു കത്തിയുണ്ട്. അതിനങ്ങോട്ട് പ്രകോപിപ്പിച്ചു. ആ സമയത്ത് ഭഗവാൻ ഒരൊറ്റ അടി വെച്ചു കൊടുത്തു അവന്റെ തലയ്ക്ക്. അവന്റെ പണി തീർന്നു. വേഗം മല്ലയുദ്ധത്തിന്റെ വേദിയിലേക്ക് ഓടിച്ചെന്നപ്പോ ആന പുറകിൽ ഭഗവാനെ പിടിക്കാനും. ആന ഒരു വീശുവീശുമ്പോഴേക്കും ഭഗവാൻ അവന്റെ കാലിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. ഭഗവാൻ ചെറുതാണല്ലോ, ആന പെരുത്ത ആനയും. അങ്ങോട്ട് ഓടി അവസാനം ആന തളരാൻ തുടങ്ങി. അവസാനം ഭഗവാന് മനസ്സിലായി ഇനി കാത്തിരിക്കേണ്ട, കാരണം ചായ തണുക്കും, വേഗം അവന്റെ പനി തീർക്കണമെന്ന്. ഭഗവാൻ അവിടെ മറഞ്ഞു വീണ പോലെ അഭിനയിച്ചു. അവൻ ഓടി വന്നൊരു കുത്തുകുത്തനും ഭഗവാൻ അവിടുന്ന് ഉരുണ്ടു മാറി
വീണ്ടും അവൻ കൊമ്പൊക്കെ വലിച്ച് ഭഗവാനെ ആഞ്ഞ് ഒരുങ്ങി കുത്താൻ നിൽക്കുമ്പോൾ ഭഗവാൻ അവന്റെ മസ്തകത്തിനിട്ട് ആഞ്ഞൊരൊറ്റടി വെച്ചു കൊടുത്തതും ആ കൊമ്പ് രണ്ടും വലിച്ചെടുത്തതും അവന്റെ ശരീരത്തെ തള്ളിയതും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞു. ഭഗവാൻ അവന്റെ കൊമ്പ് പിടിച്ച് വലിച്ചതോടുകൂടിയിട്ട് അത് നേരത്തെ മണ്ണിൽ കുത്തിയിട്ട് ഇളകി കിടക്കുകയാണ്. അത് രണ്ടും സുഖമായിട്ട് ഇങ്ങോട്ട് ഊരിപ്പോന്നു. ഈ ചക്കയുള്ള കാലം ആണല്ലോ ഇപ്പത്. ഈ ചക്കയിൽ രണ്ടു തരം ചക്കയുണ്ട്, വരിക്കൻ ചക്കയും പഴയൻ ചക്കയും. അല്ലെങ്കിൽ പഴയൻ ചക്ക നന്നായി പഴുത്തു കഴിഞ്ഞല്ലോ അവന് സുഖമായിട്ട് ഇങ്ങോട്ട് ഊരിപ്പോരും. അതുപോലെ അവന്റെ കൊമ്പ് രണ്ടും ഊരിപ്പോന്നു പറയാണ്. പിന്നെ ഭഗവാൻ ആ കൊമ്പ് ഒന്ന് ജ്യേഷ്ഠന് കൊടുത്തിട്ട് രണ്ടുപേരും കടന്നു വരുമ്പോൾ അവിടെ ഒരു ഭഗവാന്റെ ആ വരവിനെ കണ്ടുകൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി വളരെ സുന്ദരമായൊരു ശ്ലോകത്തിലൂടെ പറയുന്നു ആ വരവ് എങ്ങനെയായിരുന്നു എന്ന്. പീതാംബരം ധരിച്ച് അംഗവസ്ത്രം കെട്ടി കയ്യിൽ ആനക്കൊമ്പുമായിട്ട് കടന്നു വരുമ്പോൾ മല്ലാനാമശനിർണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ അസതാം ക്ഷിതിഭുജാം ശാസ്താസ്വപിത്രോ ശിശൂ മൃത്യുഭോജപതേർവിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗതസാഗ്രജ. വളരെ മനോഹരമായ ഭക്തിയുടെ ആ മഹത്വം നമുക്ക് കാണിച്ചു തരികയാണ്. മല്ലാനാം അശനിർ, മല്ലന്മാരായിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള രാജാക്കന്മാർക്ക് ഇടിമിന്നൽ പോലെ ഏതോ ഒരു കാര്യശക്തി വരുന്നത് പോലെ പേടി അനുഭവപ്പെട്ടു എന്നാണ്. നല്ല രാജാക്കന്മാർക്ക് ഈ ലോകം നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ശക്തനായൊരു രാജാവ് വരുന്നത് പോലെ തോന്നിയത്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് തോന്നിയത് കാമദേവൻ ഞങ്ങളുടെ കഴുത്തിൽ മാലയിടാനായിട്ട് വരുന്നു എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന പിതൃക്കൾക്ക് തോന്നിയത് പാവ ഒരു കുട്ടിയുണ്ടല്ലോ കയ്യിലൊരു ഫീഡിംഗ് ബോട്ടിലൊക്കെ ആയിട്ട് വരുന്നു എന്നാണ്. കൃഷ്ണനെ കണ്ടപ്പോൾ അവർക്ക് പിതൃഭാവം തോന്നിയത്. അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാർക്ക് തോന്നി നമ്മളെ കൃഷ്ണനല്ലേ വരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കളായിട്ട് തോന്നി, സുഹൃത്ബന്ധം തോന്നി, സൗഹൃദം തോന്നി എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന അസത്തുക്കളായിട്ടുള്ള രാജാക്കന്മാർക്ക് തങ്ങളെയൊക്കെ ശാസിച്ച് നിർത്താൻ പറ്റുന്നൊരു രാജാവിനെ കണ്ടു എന്നാണ്. അവിടെ ആ മല്ലരുങ്കത്തിരുന്ന മഞ്ചത്തിലിരുന്ന കംസന് തോന്നിയത് കാലൻ തന്റെ നേരെ നടക്കുന്നത് കണ്ടെന്നാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പരമയോഗികളായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവത് ചൈതന്യം ഇന്നിതാ ദേവകീദേവിയുടെയും വസുദേവരുടെയൊക്കെ പുത്രനായിട്ട് ഒരു കാർമ്മിക വർണ്ണത്തിൽ നടന്നു വരുന്നു. തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി. വൃഷ്ണികൾക്ക്, വിഷ്ണുവംശർക്ക് തോന്നിയത് ഞങ്ങളുടെ പരദേവത വരുന്നു എന്നാണ്. അങ്ങനെ ഓരോരുത്തർക്കും ആ കൃഷ്ണന്റെ വരവ് ഓരോ രീതിയിൽ അനുഭവപ്പെട്ടു എന്നാണ്. ഈ ലോകം നാം കാണുന്നത് നമ്മുടെ മനസ്സിന്റെ നിറത്തിനനുസരിച്ചായിരിക്കും. എന്ന് വെച്ചാൽ മനസ്സിൽ ഏത് വിവേകവും ഏത് വികാരവും ഉണ്ടോ അതിനനുസരിച്ച് ലോകം നാം കാണുന്നു പ്രിയാണ്. മനസ്സിൽ കാമമുണ്ടോ അപ്പോൾ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തോന്നും ഇവള് എനിക്ക് ഭോഗിക്കാൻ പറ്റിയൊരു വസ്തുവാണെന്ന്. മനസ്സിൽ സ്നേഹമുണ്ടോ അപ്പൊ തോന്നും ഇത് അങ്ങനെയുള്ള ആളല്ല, ഇത് സ്നേഹിക്കേണ്ടതാണ്. മനസ്സിൽ പ്രേമമുണ്ടോ അപ്പൊ മറ്റൊരു വികാരം തോന്നും. മനസ്സിൽ ക്രോധമുണ്ടോ അപ്പൊ ക്രോധം തോന്നുന്നു പറയാണ്. മനസ്സിൽ അസൂയയുണ്ടോ ഒരു പണക്കാരനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസൂയ തോന്നും. മനസ്സിൽ ആദരവുണ്ടോ നമുക്ക് മറ്റൊരു വികാരം തോന്നും. വാസ്തവത്തിൽ ഇതൊക്കെ മനസ്സിലല്ലേ വരുന്നത്. ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ഉള്ളിൽ കാമം വരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയാണോ കാമമുണ്ടാക്കിയത്? അല്ല, അയാളുടെ മനസ്സാണ് കാമം ഉണ്ടാക്കി. ഒരു പണക്കാരൻ നടന്നു പോകുമ്പോൾ ഒരാളുടെ മനസ്സിൽ അസൂയ തോന്നുന്നെങ്കിൽ ആ പണക്കാരനാണോ അസൂയ ഉണ്ടാക്കിയത്? അല്ല. ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ, ശത്രു നടന്നു പോകുമ്പോൾ ഒരാളുടെ ഉള്ളിൽ ക്രോധമുണ്ടാക്കുന്നുവെങ്കിൽ, വിദ്വേഷമുണ്ടാക്കുന്നെങ്കിൽ അയാളാണോ ഉണ്ടാക്കിയത്? നമ്മുടെ മനസ്സാണ് പ്രിയാണ്. എല്ലാം നമ്മുടെ മനസ്സാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പട്ടി വരുന്നത് കണ്ടാൽ ചിലർക്ക് പെട്ടെന്ന് പേടി വരും. പട്ടിയെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് പട്ടിയെ കണ്ട മൈൻഡ് ഉണ്ടാവില്ല. ചിലർ പട്ടിയെ സ്നേഹത്തോടുകൂടി എന്റെ വിളിച്ചിട്ട് പോകുന്നവരുണ്ടാവും. എല്ലാം ഓരോരുത്തരുടെയും മനസ്സിന്റെ പക്വതയ്ക്കും വിവേകത്തിനനുസരിച്ചല്ലേ ലോകത്തെ കാണുന്നത്. വാസ്തവത്തിൽ ആരും ആർക്കും ഒരു വികാരവും വിക്ഷോഭവും ഉണ്ടാക്കുന്നില്ല. നമ്മുടെ മനസ്സിന്റെ പക്വതയ്ക്കനുസരിച്ച് നാം ഓരോന്ന് കാണും. ഇതാണ് ലോകം എന്ന് പറയുന്നത്. ശരിയല്ലേ? ചിന്തിക്കൂ. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകം നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അവിടെ ചായ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലരുടെ മനസ്സിപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. സ്വാമി ഇങ്ങനെ കംസനെ വധിച്ച ചായയുടെ ചൂടാറുന്ന്, ഇനി ഞങ്ങൾക്ക് ചൂടാവുന്ന്. ആ മനസ്സാണ് നിശ്ചയിച്ച്. ചായ നിങ്ങളുടെ മനസ്സിൽ ഒരു ചൂടും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളാണ് നിശ്ചയിക്കുന്നത്. അത് കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പച്ചവെള്ളം കിട്ടിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാലോ അത് സ്വാമി മാത്രം വിചാരിച്ചാൽ മതി. ഞങ്ങളിപ്പോൾ അതൊന്നും വിചാരിക്കാൻ പോണില്ല. ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിൽ അസ്വസ്ഥതകൾ കുറയും. ഇതൊക്കെ നമ്മുടെ മനസ്സിലല്ലേ. ചായ നമ്മുടെ മനസ്സിൽ വല്ല കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ?
കാപ്പി ഉണ്ടാക്കുന്നുണ്ടോ? ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇത് നമ്മൾ ഓരോരുത്തരും ഏത് രീതിയിൽ കാണുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. അതാണ് അതിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഏതായാലും അതിനുശേഷം ചാണൂരനും മുഷ്ടികനും ഭഗവാനോടും ബലരാമസ്വാമിയോടും ഏറ്റുമുട്ടി വേഗം അവരെ ഭഗവാൻ തീർത്തു. അത് കഴിഞ്ഞ് കംസൻ അങ്ങനെ മഞ്ചത്തിലിരിക്കുകയാണ്. ആ സമയത്താണ് രണ്ട് ആളുകൾ ഓടി വന്നിട്ട് പറയുന്നത്, കഴിഞ്ഞു അവരുടെ കഥ എന്ന്. ഉടനെ കംസൻ മാലയ്ക്ക് ഊരി കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചു, കുട്ടികളുടെ കഥയിലേ കഴിഞ്ഞത്. അല്ല, നമ്മൾ കുട്ടികളെ കഥ കഴിക്കാൻ പോയവരുടെ കഥ കഴിഞ്ഞതെന്ന്. അപ്പോഴേക്കും അവിടെ നലറി, എവിടെ വസുദേവൻ, എവിടെ നന്ദഗോപര്, വെട്ടു, ആ ഗോപന്മാരുടെ തല വെട്ടു, ദേവകീ ദേവിയുടെ തല വെട്ടു എന്ന്. അപ്പൊ അവിടെ നോക്കുന്ന ആൾ ചോദിച്ചു, ആരാ വെട്ടുക എന്ന്. അപ്പോഴേക്കും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കംസൻ ഇങ്ങനെ കിടുകിടാ വിറയ്ക്കുകയാണ്. 14 വർഷം കാത്തിരുന്ന ആ രൂപമാണിപ്പം ഇങ്ങോട്ട് കടന്നു വരാൻ പോകുന്നത്. അങ്ങനെ ആ കംസൻ നോക്കി നിൽക്കെ അങ്ങോട്ട് നോക്കുന്നതും പടപടപടപട ഒരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ എന്താണ്, ഭഗവാൻ ഒരു ചാട്ടത്തിൽ കംസൻ ഇരിക്കുന്ന മഞ്ചത്തിലേക്ക് എത്തി. ഒരൊറ്റയടിക്ക് കംസനെ മലർത്തിയടിച്ച് അവിടെ വീഴ്ത്തിക്കളഞ്ഞു. കംസൻ ഇങ്ങനെ നോക്കുമ്പോൾ ആ പീതാംബരധാരിയായിട്ട് കാർമ്മിക വർണ്ണത്തിൽ ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ തന്റെ മുന്നിൽ നിൽക്കുന്ന തന്റെ മരുമകനായിരിക്കുന്ന ആ ഉണ്ണിയെ കണ്ടപ്പോ ആ ആകർഷണത്തിൽ വാളുപോലും എടുക്കാൻ തോന്നിയില്ല എന്നാണ്. 14 വർഷം കൊണ്ട് ഭയം കംസന്റെ ഉള്ളിൽ ഒരു ഭക്തിയിലേക്ക് തീർന്നു എന്നാണ്. എങ്കിലും തന്റെ ശത്രുവാണല്ലോ എന്ന് കരുതി വാള് വലിച്ചോങ്ങുമ്പോഴേക്കും ഭഗവാൻ അപ്പോഴേക്കും ചാടി വീണു നെഞ്ചിലേക്ക്. 4 ഇടി കൊടുത്തപ്പോഴേക്കും 14 കൊല്ലമായിട്ട് കൊണ്ട് നടക്കുന്ന ടെൻഷനാണ്. അങ്ങനെയുള്ളവരെ തീർക്കാൻ ഒരു പ്രയാസവുമില്ല. ഒരൊറ്റ അടിക്ക് അയാളുടെ പണി തീർന്നു. കംസൻ മലർന്നു വീണു. അപ്പോഴേക്കും കംസന്റെ ആളുകളൊക്കെ ഓടി വന്ന് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ ബലരാമസ്വാമിയും കൃഷ്ണൻ അവരെ കൊതുക്കി. പിന്നീട് അവിടെ നിന്നും ജയിലിലേക്കുള്ള യാത്രയാണ്. ചെന്നു കാരാഗൃഹത്തിൽ വെച്ച് അച്ഛനെയും അമ്മയെയും മുക്തമാക്കി. അതിനുശേഷം രാജാവായ ഉഗ്രസേനരെ മുക്തരാക്കി. അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും കൈകൂപ്പി ഈശ്വര രൂപത്തിൽ കൃഷ്ണനെ കണ്ടപ്പോൾ ഭഗവാന് തോന്നി, ഈ രൂപത്തിലല്ല അവരെന്നെ കാണേണ്ടത്, പ്രസവിച്ച അന്ന് കണ്ടതാണ്. ഇന്നിപ്പോ ഒത്ത വലിപ്പവും രൂപമൊക്കെ ആയി കഴിഞ്ഞു. ഇനി എന്റെ മുന്നിൽ കൈകൂപ്പരുത്, അമ്മയുടെ ഭാവത്തിൽ അമ്മ എന്നെ കാണണമെന്ന് ഭഗവാൻ കൊഞ്ചിക്കൊണ്ട് ഒരു കുഞ്ഞിന്റെ ഭാവത്തിലേക്ക് മാറിയപ്പോൾ അമ്മയുടെ മുലപ്പാലൊക്കെ ചെറുന്നു. അമ്മ രണ്ടുപേരെയും ആലിംഗനം ചെയ്ത് മടിയിലിരുത്തിയപ്പോഴാണ് നന്ദഗോപർക്ക് മനസ്സിലായത്, ഇത്രയും കാലം താൻ കുഞ്ഞായി കൊണ്ടു നടന്ന കൃഷ്ണൻ എന്റെ പുത്രനല്ല, വസുദേവരുടെയും ദേവകീദേവിയുടെയും പുത്രനാണ്, എന്റെ അടുത്തുകൊണ്ട് താമസിപ്പിച്ചതാണ്. അവിടെ വെച്ച് നന്ദഗോപർ യാത്ര ചോദിക്കുകയാണ്. പോകുന്ന സമയത്ത് ചോദിക്കും, ഉണ്ണി എന്താ അമ്മയോട് പറയേണ്ടത്? പറയും, തീർച്ചയായിട്ടും നിങ്ങളും എനിക്ക് അച്ഛനും അമ്മയാണ്, ഞാൻ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു വേർപാടിന്റെ വേദനയുമായിട്ട് നന്ദഗോപര് പോകുന്നു. ഗോപന്മാര് കൃഷ്ണനില്ലാത്തൊരു വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനുശേഷം അച്ഛനെയും അമ്മയും മുക്തരാക്കി ഉഗ്രസേനരെ ചക്രവർത്തിയാക്കി ഭഗവാൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോകുന്നു. നമ്മുടെ ഭാരതീയ സംസ്കാരം എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ കുഞ്ഞിന്റെ പ്രത്യക്ഷ ദൈവം ഈശ്വരൻ അമ്മയാണ്. അതുകൊണ്ട് ഗുരുവായിട്ട് ആദ്യം കാണുക അമ്മയെയാണ്. അമ്മയാണ് ഒരാളുടെ ഗുരു. മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. മാതാവാണ് പ്രത്യക്ഷ ദൈവം, പ്രത്യക്ഷ ഗുരു. മാതാവിലൂടെയാണ് അച്ഛനെ അറിയുന്നത്, അച്ഛനെ മനസ്സിലാക്കുന്നത്. മാതാവാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, ഇത് നിന്റെ അച്ഛനാകുന്നു. അങ്ങനെ നല്ലൊരു സംസ്കാരമുള്ള ഒരു അച്ഛനെ കാണുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ അച്ഛനോട് ആദരവുണ്ടാവുന്നു. അച്ഛനെയും കുട്ടി ഗുരുവായി കാണാൻ തുടങ്ങുന്നു. പിന്നീട് അച്ഛന്റെ ധർമ്മമാണ് കുട്ടിയെ ആത്മീയമായും ഭൗതികമായൊക്കെ ഉയർത്തല്. ആ ഉയർച്ചയിലേക്ക് അതിന് പറ്റിയ ഒരു ഗുരുവിന്റെ അടുത്തേക്ക് അച്ഛൻ കൊണ്ടുചെന്നാക്കുന്നു. അങ്ങനെയാണ് ഗുരുനാഥനെ കണ്ടെത്തുന്നത്. അത് അച്ഛന്റെ ധർമ്മമാണ്. അത് കഴിഞ്ഞ് ഗുരുനാഥന്റെ ധർമ്മമാണ് ഈശ്വരനിലേക്ക് കുഞ്ഞിനെ ഉയർത്തല്. അങ്ങനെ ഇവിടെ വെച്ച് അമ്മയാകുന്ന ഗുരുവിലൂടെ അച്ഛനാകുന്ന ഗുരുവിനെയും അച്ഛനാകുന്ന ഗുരുവിലൂടെ തന്നെ ഈശ്വരനിലേക്ക് ഉയർത്തുന്ന ഒരു ഗുരുനാഥനെയും ആ ഗുരുനാഥനിലൂടെ ഈശ്വരനെയും കണ്ടുകൊണ്ട് ജീവിതത്തെ പൂർത്തീകരിക്കുന്ന ഒരു സംസ്കൃതിയാണ് നമ്മുടെ സംസ്കൃതി. അതുകൊണ്ട് പറയും, മാതാ പിതാ ഗുരു ദൈവം. ഈ സംസ്കാരം ഭാരതീയർക്ക് മാത്രമേ ഉള്ളൂ പ്രിയാണ്. അങ്ങനെ ഭഗവാൻ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോകുന്നു. അവിടെ വെച്ച് 64 ദിവസം കൊണ്ട് 64 കലകൾ പഠിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് ഭഗവാന് കിട്ടിയ ഉത്തമോത്തമ സുഹൃത്താണ് ഭഗവാന്റെ പരമമിത്രമായ സുധാമാവ്. നാളെ നമുക്ക് രാവിലെ സുധാമാചരിതം കുചേലോപാഖ്യാനം എന്ന് പറയുന്ന ഭാഗം കാണാനുണ്ട്. അങ്ങനെ ഭഗവാൻ അവിടെ നിന്നും തിരിച്ചു വരുന്നതിന് മുമ്പ് സാന്ദീപനി മഹർഷിക്ക് അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട പുത്രനെ ഗുരുദക്ഷിണയെ സമർപ്പിച്ച് പിന്നെ മധുരയിലേക്ക് തിരിച്ചു വരുന്നു ഒരു യുവരാജാവായിട്ട്. അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ
മധുരയിലെ ജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെയുള്ള ജീവിതത്തിന്റെ ഇടയ്ക്കാണ് ഒരു ദിവസം പരമപ്രിയനായിട്ട് പരമസുഖത്തായിട്ട് ഭഗവാനൊരു സുഹൃത്തിനെ കിട്ടുന്നത്. അത് ഉഗ്രസേന ചക്രവർത്തിയുടെ മന്ത്രിസഭയിലുള്ള പ്രധാനമന്ത്രിയായ ഉദ്ധവരെന്ന് പറയുന്ന അതിബുദ്ധിമാനായ ബൃഹസ്പതി ശിഷ്യനും പരമസത്യസന്ധനുമായ ഒരു സുഹൃത്തായിരുന്നു. അങ്ങനെ ആ ഒരു സുഹൃത് ബന്ധത്തിൽ ഭഗവാൻ അഴിച്ചിടുന്ന പീതാംബരവും വസ്ത്രങ്ങളൊക്കെ പിറ്റേ ദിവസം അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ഭഗവാൻ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ഭഗവാൻ എന്ത് കാണുന്നുവോ എന്തറിയുന്നുവോ അത് ഭഗവാൻ പറയാതെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി, ആ ഉദ്ധവരുമായിട്ടുള്ള ഭഗവാന്റെ കൂട്ടുകെട്ടും ജീവിതവും ആരംഭിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഉദ്ധവരെ ഭഗവാൻ താൻ പണ്ട് പിരിഞ്ഞു പോന്ന ഗോപികമാരുടെ അടുത്തേക്കും തന്റെ വളർത്തച്ഛനും വളർത്തമ്മയുടെ അടുത്തേക്കും പറഞ്ഞയക്കുന്നു. അതാണ് ഭാഗവതത്തിൽ 46ഉം 47ഉം അധ്യായത്തിലെ ഉദ്ധവദൂത് എന്നറിയപ്പെടുന്ന അധ്യായങ്ങൾ. നമുക്ക് ചായയ്ക്ക് തന്നെ വളരെ വൈകി, എല്ലാവർക്കും അതിനുശേഷം നമുക്ക് സമയമുള്ളിടത്തോളം നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.